നന്ദിനി മോളെ അതിങ്ങ് എടുക്ക്. ഒന്ന് വേഗം ആട്ടെ രാജേട്ടാ. അത് തന്നെ. ആളുകൾ ചിലപ്പോ നേരത്തെ എത്തിയാലോ? എത്തിക്കോട്ടെ മോളെ. ഇവിടത്തെ ജോലിയൊക്കെ തീരാറായല്ലോ മോളെ. മോളൊരു കാര്യം ചെയ്യും, ഒന്ന് പെട്ടെന്ന് പോയി റെഡിയായി വാ. എനിക്കെന്താ റെഡിയാവാന്? പിന്നെ പിറന്നാളിനിരിക്കുന്ന വേഷം ഇതാണോ? ഇത്രയും വലിയ വീടുകളിൽ ഓരോ പിറന്നാൾ വരുമ്പോഴേ അവിടുത്തെ പെണ്ണുങ്ങള് ഒരു 4-5 മണിക്കൂർ അവിടെ കാണാറേ ഇല്ല. എവിടെയെങ്കിലും പോയിരുന്ന് പുട്ടിയും പാരി തേച്ചോണ്ടിരിക്കും. അതാണ് പ്രധാന ചടങ്ങ്. മോളൊരു കാര്യം ചെയ്യും, പോയി ഒരുങ്ങിട്ട് വാ. എനിക്ക് അങ്ങനെ ഒന്നും ഒരുങ്ങണ്ട രാജേട്ടാ. എന്നിട്ട് എന്തിനാ? നേരെ ചൊവ്വയൊന്ന് ചിരിക്കാൻ പറ്റൂ, ഒന്ന് സ്പീഡിൽ നടക്കാൻ പറ്റൂ? അതൊന്നും അല്ല, എന്നാലും അതൊക്കെയാണ് എന്റെ ഒരു രീതി. എനിക്ക് ആ രീതിയൊന്നും വേണ്ട രാജേട്ടാ. എന്നെ അങ്ങ് വെറുതെ വിട്ടേക്ക്. കാണാം, കുറച്ച് കഴിയുമ്പോഴേ സൂര്യ സാറിങ്ങി വരും. എന്നിട്ട് പറയും, താൻ എന്തിനാ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നേ, പെട്ടെന്ന് പോയി റെഡി ആയിട്ട് വാ. അപ്പോഴും കാണാം ഇങ്ങനെ കുണുകുണാന്ന് ഓടുന്നത്. സൂര്യ സാറിന് നല്ല തിരക്കല്ലേ? ഇപ്പൊ തന്നെ എത്ര നേരമായി സാറിനെ കണ്ടിട്ട്. ഇവിടെ എവിടെയെങ്കിലും തന്നെ ഉണ്ടാവും. ഒന്ന് മിണ്ടിയിട്ട് തന്നെ എത്ര നേരമായെന്നറിയോ? മിണ്ടാതിരുന്നിട്ട് മോക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ രാജുവേട്ടനോട് ഒരു വാക്ക് പറഞ്ഞൂടെ? രാജുവേട്ടൻ പോയി വിളിച്ചോണ്ട് വരൂലേ? വിളിച്ചോണ്ട് വരട്ടെ. ഓ, അങ്ങനെയൊന്നും അല്ല ഞാൻ പറഞ്ഞത്. ഇനി അതിന് വേറെ കഥ ഉണ്ടാക്കിക്കോ. ഞാനൊരു കഥയുണ്ടാക്കി. മോളെ, ആൾക്കാർ ഒരുപാട് പേര് വരും അല്ലേ മോളെ? പിന്നല്ലാതെ. സാറൊരു ബർത്ത്ഡേക്ക് വിളിച്ചാല് ആരെങ്കിലും വരാതിരിക്കോ? ഓ, അടുപ്പിച്ചിങ്ങനെ 3-4 ഫംഗ്ഷൻ നടക്കട്ടെ മോളെ. അതെന്തിനാ? കാര്യമുണ്ട്. ഏത് ഫംഗ്ഷൻ വന്നാലും സൂര്യ സാറിന്റെ ഒരു പ്രധാന ഐറ്റം ഉണ്ട്. ആൾക്കാരെ വിളിക്കുക, മോളെ പരിചയപ്പെടുത്തുക. സംഗതി പത്മ മേഡത്തിനെ ദേഷ്യപ്പെടുത്താണ്, എന്നാലും എല്ലാരും അറിയുമല്ലോ. ഇന്നിപ്പോ ആൾക്കാർ വരുമ്പോ സാർ എന്താ ചെയ്യുക? ഇത് പണ്ട് കണ്ടതുപോലെ ഒരു ചെറിയ കക്ഷിയല്ല, എന്റെ കമ്പനിയിലെ ഏറ്റവും വലിയ ആളാണെന്നും പറഞ്ഞല്ലേ പരിചയപ്പെടുത്താൻ പോകുന്നേ. എന്നെ എന്തിനാ ഇങ്ങനൊക്കെ പറയുന്നേ? പറഞ്ഞോട്ടെ മോളെ, സൂര്യ സാറല്ലേ പറയുന്നേ. നന്ദിനി, നന്ദിനി. എന്താ മാഡം? എന്റെ മുറിയിൽ കുറച്ച് ഡ്രസ്സ് അയൺ ചെയ്യാനുണ്ട്, അതൊന്ന് അയൺ ചെയ്ത് വെക്കണം. ചെയ്യാം മാഡം. ഇന്നത്തെ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് രാത്രി തന്നെ ചെയ്യാം. ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് ചെയ്താൽ പോരാ, ഫംഗ്ഷന് മുൻപ് ചെയ്യണം. അല്ല, ഇവിടെ ഈ ജോലിയൊക്കെ കഴിയുമ്പോ? നിന്നോട് ഈ ജോലിയൊക്കെ ചെയ്യാൻ ആരാ പറഞ്ഞേ? അതിനൊക്കെ ഉത്തരവാദിത്തപ്പെട്ടവര് വേറെ ഇല്ലേ, അവര് ചെയ്തോളൂ. തൽക്കാലം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ പോയി ചെയ്. നന്ദിനി, അയൺ ചെയ്യാൻ ഇടുമ്പോഴേ എൻ്റെ ഒരു വെള്ള ഷർട്ട് ഉണ്ടോ നോക്കണം. ഒരു ലിനൻ ടൈപ്പാ. എന്നിട്ട് അതവിടെ ഇല്ലെങ്കിൽ എൻ്റെ ഷെൽഫ് മുഴുവൻ ഒന്ന് തിരഞ്ഞാൽ കിട്ടും. മുഷിഞ്ഞിരിക്കുകയാണെങ്കിൽ അതൊന്ന് കഴുകിയിട്ടേക്കണം. ശരി സർ. എന്നാ നീ പെട്ടെന്ന് ചെല്ല്. നീ എന്താടാ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? നന്ദിനി കൂടെ ഉണ്ടെങ്കിലേ നിനക്ക് ജോലി ചെയ്യാൻ പറ്റൂ. മര്യാദക്ക് എന്താന്ന് വെച്ചാ ചെയ്യടാ. സാറേ, സാറിനിപ്പം കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ സാറേ? അടുത്തൊരു പണി കിട്ടുന്നവരെ കുറച്ചൊക്കെ അങ്ങ് അഹങ്കരിക്കാം അല്ലേ സാറേ? പേടിപ്പിക്കാതെ പോടാ. ഇങ്ങനെ ജാട കാണിക്കുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ എന്താണ്ട് ഇതുപോലെ മാല ഇടേണ്ടി വരും. വിജയേട്ടാ, അയാളെ സൂക്ഷിക്കണ്ടേ, ആ രാജുവിനെ.
ഊറ്റിക്കൊടുക്കാൻ അയാൾ മിടുക്കനാ. അയാളെ എന്നേ മുൻപേ പറഞ്ഞു വിടേണ്ടതാ. മമ്മിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടല്ലേ? ഇപ്പോഴത്തെ നമ്മുടെ പ്രശ്നം എന്താ? അവനല്ല, അവളാ. അത് നിങ്ങൾ ആരും മറക്കണ്ട. എന്റെ ദേവി, ഇതെപ്പ കഴിയാനാ? അകത്തോട്ടിരിക്കാം. നമസ്കാരം. ഓ പ്ലീസ് കം. ഇത് സാർ എവിടെ? അദ്ദേഹം റെഡി ആയിക്കൊണ്ടിരിക്കുക. നിങ്ങൾ അകത്തേക്ക് ചെല്ലാം. ശരി. മമ്മി, പത്മേ, താൻ മൊത്തത്തിൽ അങ്ങ് സന്തോഷത്തിലാണല്ലോ. തീർച്ചയായിട്ടും. അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ കൂടുതൽ സന്തോഷമുണ്ടോ എനിക്ക്? ഞാൻ ഉദ്ദേശിച്ചത് പത്മയ്ക്ക് മനസ്സിലായില്ല. കുടുംബത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നതിലും പത്മ നമ്പർ 1 ആണല്ലോ. അന്ന് വിളിച്ചപ്പോ ഞാൻ പറഞ്ഞിരുന്നില്ലേ, മരുമകളുടെ പേരും കൂടി വെച്ച് ക്ഷണക്കത്ത് അടിച്ചതിനെ കുറിച്ച്.